രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വൻ പ്രാധാന്യമുള്ള തലക്കെട്ടാണ്. ഇതിനു മുൻപ് കേരളത്തിൽ നിന്നുള്ള MP ആയിട്ടും വയനാട്ടിൽ വല്ലപ്പോഴും വരുന്നത് വാർത്തയായിരുന്നു. വയനാട് സഹോദരിക്ക് കൊടുത്ത ശേഷം രാഹുലിന് കേരളത്തിലേക്കുള്ള വഴി ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കേണ്ട അവസ്ഥയായിരുന്നു. അതിനിടയിലാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ വിജയം ആഘോഷിക്കാൻ കൊച്ചിയിലേക്ക് രാഹുൽ ഗാന്ധി വണ്ടി കയറുന്നത്. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിട്ടും 1 മില്ലിമീറ്ററിന്റെ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ സാധിക്കാതെ വിദേശയാത്രയിൽ അഭിരമിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് കേരളത്തിൽ ഇങ്ങനെയൊരു വിജയാഘോഷം വന്നു ഭവിച്ചത്. രാഹുൽ ഗാന്ധി ഇതിന് തൊട്ടു മുൻപ് മുഴുവൻ സമയവും നിന്ന് പ്രവർത്തിച്ച ഒരിടം ബീഹാർ ഇലക്ഷനായിരുന്നു. BJPക്കെതിരെ മതേതര മുന്നണിയായി രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിലുണ്ടായ കോൺഗ്രസിന്റെ പരീക്ഷണ മണ്ഡലം കൂടിയായിരുന്നു ബീഹാർ. ഭാരത് ജോഡോ യാത്രയും ബീഹാറിന്റെ നഗരപ്രദേശം കേന്ദ്രീകരിച്ച് വൻ റാലികളും രാഹുൽ അവിടെ നടത്തി. ഇലക്ഷൻ കമ്മീഷനെതിരെ വോട്ട് ചോരി ഉൾപ്പെടെ വൻ ആരോപണങ്ങൾ രാഹുൽ ഉയർത്തിയത് ഇതേ ബീഹാറിലാണ്. 60 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആകെ ജയിച്ചത് 6 സീറ്റിൽ മാത്രമാണ്. രാഹുൽ അത്രയും പണം മുടക്കി സമയം ചെലവഴിച്ച് വിജയിപ്പിച്ചെടുത്ത 6 കോൺഗ്രസ് മഹാന്മാർ ഒറ്റയടിക്ക് BJPയിലേക്ക് പോയിരിക്കുന്നു. കൊട്ടി ആഘോഷിച്ച് പ്രചാരണം നടത്തിയ കോൺഗ്രസിന്റെ ബീഹാറിലെ നിലവിലെ അംഗസംഖ്യ വട്ടപൂജ്യം. BJPക്ക് ആളെ നൽകുന്ന നഴ്സറി പോലെയായി ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ. ചെറുപ്പം മുതലേ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സജ്ജമാക്കി വളർത്തു. സകല ചെല്ലും ചെലവും കൊടുത്ത് കോൺഗ്രസ് വളർത്തു. ഏതെങ്കിലും അധികാര സ്ഥാനത്തേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കും. ഒടുക്കം അധികാരം കിട്ടിയാൽ ഉടൻ BJP ആകും. ഒരു മനുഷ്യനെ പൊതുപ്രവർത്തകനായി വളർത്തിയെടുക്കേണ്ട പ്രാഥമിക പരീക്ഷണങ്ങൾ ഒന്നും വേണ്ടാതെ BJPക്ക് പണി എളുപ്പമാക്കി കൊടുക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് നടത്തുന്നത്. BJPക്ക് ആളെ വളർത്തി കൊടുക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത്. മുൻപ് 35 സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞ BJP നേതാവിന്റെ ഐഡിയ ഇതൊക്കെ തന്നെയായിരുന്നു. BJPക്ക് അധികാരത്തിലിരിക്കാൻ കേവല ഭൂരിപക്ഷമില്ലാത്ത ഇടങ്ങളിൽ കോൺഗ്രസ് MLAമാരെ അപ്പാടെ വിലക്കെടുത്ത് ഭരണം സ്ഥാപിക്കുക. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ മുഴുവൻ പേരും BJPയിലേക്ക് മാറി ഭരണം തന്നെ മാറിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. അങ്ങനെ BJPക്ക് ആവശ്യാനുസരണം ആളെ നൽകുന്ന പൊളിറ്റിക്കൽ നഴ്സറിയാണ് കോൺഗ്രസ്. അതിന്റെ കെയർടേക്കറാണ് രാഹുൽ ഗാന്ധി. ബീഹാറിലാകെയുള്ള 6 പേരെ BJPക്ക് നൽകിയിട്ട് പുതിയ ആളുകളെ BJPക്ക് നൽകുന്നതിനു വേണ്ടി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുകയാണ്. ഈ വരവിൽ കോൺഗ്രസിനേക്കാൾ സന്തോഷം BJPക്കാണ്. അഥവാ കോൺഗ്രസ് ജയിച്ചാലും തങ്ങൾക്ക് അധികാരം കിട്ടുമല്ലോ. ആ മെഗാ ഓഫറിന്റെ പളപളപ്പുമായി കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനേക്കാൾ മുൻപ് BJP ആകും സ്വാഗതമരുളുക.